ഫുഡും നമ്മൾ ഏതൊക്കെ അസുഖത്തിന് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയാൻ പോകുന്നത്. അസുഖം അനുസരിച്ച് നമ്മൾ ഫുഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ സിംറ്റംസ് ഒന്ന് കുറഞ്ഞു കിട്ടും. ആദ്യമായിട്ട് ഞാൻ ജോണ്ടീസ് ഡയറ്റിനെ പറ്റിയാണ് പറയുന്നത്. വോമിറ്റിംഗ് സെൻസേഷൻ ഒത്തിരി കൂടുതലായതുകൊണ്ട് ലിക്വിഡ് കൂടുതൽ കുടിക്കണം. കാരണം അതിനകത്ത് ടോക്സിൻസ് ഒക്കെ യൂറിനിൽ കൂടെ വാഷ് ഔട്ടായി പോകും. അതിനായിട്ട് വെള്ളവും പിന്നെ ഫ്രൂട്ട്സിനകത്തിൽ വെള്ളം കൂടുതലുള്ളതായിട്ടുള്ള ഗ്രേപ്പ് ഫ്രൂട്ട്, ലെമൺ, പപ്പയ, അവക്കാഡോ, മുസമ്പി, സ്കിംഡ് മിൽക്കൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഓട്സ്, ഹണി, യോഗട്ടൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം. കാരണം വൈറ്റമിൻസ് ആണ് നമുക്ക് ആവശ്യം ലിവറിൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ക്യാരറ്റ്, പാലക്ക്, ബീൻസ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത്. അടുത്ത കൊളസ്ട്രോൾ ഡയറ്റാണ്. നമ്മുടെ ഫുഡാണ് ഇതിനകത്ത് കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രൈഡ് ഐറ്റംസ് കുറവ് കഴിക്കണം. അതുപോലെ ബേക്ക്ഡ് ആയിട്ടുള്ളതും ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡും നമ്മുടെ ആഹാരത്തിൽ കൂടുതലാക്കണം. ആനിമൽ പ്രൊഡക്ട്സ് നമ്മുടെ ഫുഡിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. ഡയറി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നോൺ ഫാറ്റി ആണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്. ഫുഡ്സ് കൂടുതൽ ആഡ് ചെയ്യേണ്ടത് ബീൻസ്, ഗ്രീൻ ടീ ഒക്കെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ഫിഷിനകത്തിൽ ഒമേഗ 3 ഉള്ളതായിട്ടുള്ള ഫിഷുകൾ സെലക്ട് ചെയ്യണം. പിന്നെ ക്യാരറ്റും സിട്രസ് ഫുഡൊക്കെ വളരെ ഇപ്പം കോമൺ ആയിട്ട് കാണുന്നതാണ് സീസണൽ അലർജീസ്. ആ സമയത്ത് നമ്മുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ കൂടുതൽ ഗാർലിക്, ടർമറിക്, ജിഞ്ചറൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ടർമറിക്കിന് പൊതുവേ ഒരു ആൻറ്റിബയോട്ടിക് എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് ഇൻഫെക്ഷനെയൊക്കെ കുറച്ച് നിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒണിയൻ വളരെ നല്ലതാണ്. നമ്മുടെ ഫുഡിൽ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ കൂടുതൽ ഒണിയൻ ഉപയോഗിച്ച് കറികളൊക്കെ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഗ്രേപ്പും ലെമണൊക്കെ ഫ്രൂട്ട്സിൻ്റെ സൈഡിൽ നിന്ന് വളരെ നല്ലതാണ്. പിന്നെ ബെറീസ്, അതിപ്പം നമ്മുടെ ഇന്ത്യയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ഉള്ള മൾബറിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ മാസ്റ്ററായിട്ടുള്ള 2 പേരാണ് കനൈൻ പെപ്പറും ബെൽ പെപ്പറും. അത് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പാർക്കിൻസോണിസം ഡിസീസ് പൊതുവെ പ്രായമുള്ളവർക്കാണ് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഹോൾ ഗ്രെയിൻസും വെജിറ്റബിൾസ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്ത ഫുഡ്സ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് വേണം ഒരുപാട് കഴിക്കാൻ കൊടുക്കേണ്ടത്. അതായത് ബീൻസ്, കാരണം അവർക്ക് വെയിറ്റ് ലോസ് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫുഡ് കൂടുതൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്മോൾ മീൽസ് ആയിട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് കുറേശ്ശെ ഫുഡ് ഇടയ്ക്കിടയ്ക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തണുത്ത ഫുഡിനേക്കാൾ കൂടെ ഒരു ചെറിയ ചൂടുള്ള ഫുഡ് കൊടുക്കുന്നതായിരിക്കും അവർക്ക് കഴിക്കാനും എളുപ്പം. അവർക്ക് ഫുഡ് അവരുടെ രീതിയിൽ മോഡിഫൈ ചെയ്ത് പക്ഷേ അത് ദഹിക്കുന്ന ഫുഡായിരിക്കണം അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. സാൽമൺ ഫിഷ്, ബ്ലൂബെറി, ബ്രക്കോളി, ടർമറിക്, ആൽമണ്ട്, സ്പിനാച്ച്, ഡാർക്ക് ചോക്ലേറ്റ്, പംകിൻ സീഡ്, ഗ്രീൻ ടീ ഒക്കെ വളരെ നല്ലതാണ് അവരുടെ ഡയറ്റ്. ക്രിയാറ്റിൻ കൂടുന്നത് പൊതുവെ കിഡ്നിയുടെ അസുഖങ്ങളുള്ള പേഷ്യൻസിലാണ്. മറ്റ് അസുഖങ്ങളും കാണപ്പെടാറുണ്ടെങ്കിലും കൂടുതലും കിഡ്നിയുടെ അസുഖങ്ങളുള്ള പേഷ്യൻസിലാണ്. അങ്ങനെയുള്ളവരിൽ കഴിക്കാൻ നല്ലത് ഗാർലിക്, ഒണിയൻ, ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. കുക്കുംബർ, ബ്ലൂബെറി, കോളിഫ്ലവർ ഒക്കെ ആഡ് ചെയ്യുന്നത് ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ എഗ്ഗ് കഴിക്കുന്നവരാണെങ്കിൽ എഗ്ഗിൻ്റെ വൈറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കണം. ചിക്കൻ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആപ്പിൾ, റാസ്ബെറി, ക്യാൻബെറി ഒക്കെ വളരെ നല്ലതാണ് ഫ്രൂട്ട്സായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഡയറ്റിൽ ആഡ് ചെയ്യാവുന്ന വേറൊരു നല്ലതാണ് റെഡ് ബെൽ പെപ്പർ എന്ന് പറയുന്നത്. അത് അവരുടെ ക്രിയാറ്റിൻ ലെവൽ ലോ ആക്കാൻ വേണ്ടി സഹായിക്കും. ക്യാബേജും കുക്കുംബറൊക്കെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഹൈപ്പോതൈറോയിഡിസം ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. അവർക്ക് സെലോണിയം ലെവൽ കുറവായതുകൊണ്ട് തന്നെ ബ്രസീൽ സീഡ്സ് വളരെ നല്ലതാണ്. അപ്പം ബ്രസീൽ സീഡ്സ് കഴിച്ചാൽ ഡീടോക്സിഫിക്കേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ ഗ്രീൻ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. കാലേജ്, ചാഡ്, സ്പിനാച്ച് ഇതൊക്കെ നമ്മുടെ ഹൈപ്പോതൈറോയിഡിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. തൈറോയിഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് വൈറ്റമിൻ കെയും എയും മഗ്നീഷ്യം അയണുണ്ട്. അത് ഗ്രീൻ വെജിറ്റബിൾസിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് കൂടുതലും ആഡ് ചെയ്യണം. പ്രോട്ടീൻ ക്വാളിറ്റി ഉള്ളത് ലെൻറ്റിൽസ്, നട്ട്സൊക്കെ, സീഡ്സൊക്കെ ആഡ് ചെയ്യണം. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം വളരെ കുറവായിരിക്കും അന്നേരം. അപ്പം ബെറീസൊക്കെ ആഡ് ചെയ്ത് അത് ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് ഉണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്മൂത്തീസായിട്ട് കഴിക്കാവുന്നതാണ്. ഫ്ലാക്സ് സീഡ്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സ്പിനാച്ച്, കാല, ചാഡ്, മസ്റ്റാർഡ് ഗ്രീൻസൊക്കെ വളരെ നല്ലതാണ് ഈ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്.